പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന എൻ്റെ പാർട്സ് ഓഫ് കെഎസ് ചാനലിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിലെ പ്രശസ്തമായ ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള കാഴ്ച കണ്ട് തൊട്ടടുത്തുള്ള ശ്രീ ഖാട്ടുശ്യാം ക്ഷേത്രം, അത് കഴിഞ്ഞാൽ ചരിത്രമുണരുന്ന ടിപ്പുവിൻ്റെ സമ്മർ പാലസ്, ഇതൊക്കെ കാണാനുള്ള യാത്രയിലാണ്. പോകാം കാഴ്ചയും ചരിത്രവും അറിയാൻ. ഇപ്പോൾ ഞാനുള്ളത് ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. ഈ പാർക്കിനെ കുറിച്ചും ഇവിടുത്തെ സൂവിനെക്കുറിച്ചും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് മടങ്ങുകയാണ്. പാർക്ക് സന്ദർശിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ സൗകര്യത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ ഭാഗം എപ്പോഴും സജീവമാണ്. ഇവിടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, വന്യജീവികളുടെ രൂപത്തിലുള്ള സുവനീറുകൾ, കീ ചെയിനുകൾ, തൊപ്പികൾ, ടീഷർട്ടുകൾ, വെള്ളക്കുപ്പികൾ, ബാഗുകൾ തുടങ്ങി ഓർമ്മയ്ക്കായി വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റുന്ന നിരവധി സാധനങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം ചായ, കാപ്പി, ഐസ്ക്രീം, ശീതളപാനീയങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളും ഇവിടെ കാണാം. യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനും എന്തെങ്കിലും കഴിക്കാനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെ നോക്കൂ, രണ്ട് സുന്ദരി കുരുന്നുകൾ. അവർ ആസ്വദിച്ച് കഴിക്കുകയാണ്. ശ്രീ ഖാട്ടുശ്യാം ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗോശാലയിലാണ്. ഇവിടെ നിരവധി പശുക്കളെ വളരെ വൃത്തിയും നല്ല പരിചരണത്തോടെയും സംരക്ഷിച്ചു വരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ പശു വിശുദ്ധമായ ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളോടും ചേർന്ന് ഇത്തരത്തിലുള്ള ഗോശാല പ്രവർത്തിക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടതോ പ്രായമായതോ ആയ പശുക്കൾക്ക് സുരക്ഷിതമായ അഭയവും ആവശ്യമായ പരിചരണവും നൽകുക എന്നതാണ് ഇത്തരം ഗോശാലകളുടെ പ്രധാന ലക്ഷ്യം. മൃഗങ്ങളോടുള്ള കരുണയും ജീവകാരുണ്യത്തിന്റെ സന്ദേശം പകരുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ഈ ഗോശാല സന്ദർശനം. ശ്രീ ഖാട്ടുശ്യാം ക്ഷേത്രത്തിന്റെ മുൻഭാഗം ഇതാണ്. ഞാൻ ബന്നാർഘട്ട് നാഷണൽ പാർക്കിന്റെ എൻട്രി സ്ഥലത്ത് നിന്നപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വിമാനം നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഗേറ്റിന് എതിർഭാഗത്ത് തന്നെയാണ് നാഷണൽ പാർക്ക് ഉള്ളത്. ഒരു വളവ് കഴിഞ്ഞാൽ നാഷണൽ പാർക്കിന്റെ ഗേറ്റായി. ബാംഗ്ലൂരിലെ ബന്നാർഘട്ടയുടെ പ്രകൃതി സൗന്ദര്യം, സമീപം മഹാഭാരത കാലത്തെ ഒരു വീരന്റെ കഥ പറയുന്ന ഒരു അത്ഭുത ക്ഷേത്രം ശ്രീ ഖാട്ടുശ്യാം ക്ഷേത്രം. ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഇതിവിടെ സജീവമായി നിലകൊള്ളുന്നു. ഇത് ഈ ക്ഷേത്രത്തിന്റെ പുറകുഭാഗമാണ്. ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗേറ്റുമുള്ളത്. ആദ്യ കാഴ്ചയിൽ തന്നെ രാജസ്ഥാനിലെ പുരാതന ക്ഷേത്രങ്ങളുടെ ഭംഗി ഓർമ്മിപ്പിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയതയും വാസ്തുഭംഗിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വിശിഷ്ട ആരാധനാലയമാണ്. ഈ ചുവന്ന മാർബിൾ കൊണ്ട് രാജസ്ഥാനിലെ ഖാട്ടുശ്യാം ജി ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ് ഏരിയയും മനോഹരമായ ഗാർഡനും ഈ പരിസരം മുഴുവനും ഈശ്വര ചൈതന്യം തളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നും. മുകളിലത്തെ നിലയിലാണ് പ്രതിഷ്ഠയുള്ളത്. ഇവിടെ ഞായറാഴ്ചകളിൽ വലിയ തിരക്കായിരിക്കും. ഞാൻ മുകളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ ഇടതുഭാഗത്ത് മഹാവിഷ്ണുവിന്റെ പ്രതിമ കാണാം. ഒരു അമ്മയും കുഞ്ഞും ഭഗവാനെ തൊഴുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വലിയൊരു ഹാളാണ്. അതിനു ചുറ്റും പല പല ദൈവസന്നിധികൾ. സ്ത്രീകളാണ് കൂടുതലും. അവരൊക്കെ രാജസ്ഥാനി വേഷധാരികൾ. രാജസ്ഥാനിലേക്ക് പോകാൻ കഴിയാത്ത ദക്ഷിണേന്ത്യയിലെ ഭക്തർക്ക് ഖാട്ടുശ്യാംജിയുടെ ദർശനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ആധുനിക കാലത്ത് നിർമ്മിച്ചതാണെങ്കിലും അതിൻ്റെ ശില്പകലയും ശിഖരങ്ങളും കാണുമ്പോൾ പഴക്കം തോന്നുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായൊരു ഹാളാണ്. ഭക്തർ ഈ ഹാളിൽ ഇരിക്കുന്നു. ഖാട്ടുശ്യാംജിയുടെ പ്രതിഷ്ഠയിൽ തൊഴുന്നു. പുറത്തിരിക്കുന്ന പുരോഹിതൻ ഭസ്മവും ആശീർവാദവും നൽകുന്നു. അവർക്ക് വിഗ്രഹത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. തിരക്കില്ല, ക്യൂവില്ല, ടിക്കറ്റില്ല. എത്ര മനോഹരമാണ് ഈ സന്നിധി! മഹാഭാരതത്തിലെ അതിവീരനായ ബർബരികൻ തന്നെയാണ് ഇന്ന് ഖാട്ടുശ്യാം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത്. ബർബരികൻ ഘടോത്കചന്റെ മകനും ഭീമന്റെ കൊച്ചുമകനുമായിരുന്നു. ബാല്യകാലത്ത് തന്നെ ഭക്തനും വീരനുമായിരുന്ന ബർബരികൻ ദേവീദേവന്മാരുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് 3 ദിവ്യബാണങ്ങൾ ലഭിച്ചു. ഈ 3 അമ്പുകൾ മാത്രം ഉപയോഗിച്ച് ഏത് യുദ്ധവും ജയിക്കാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസം. ഭക്തർക്ക് വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായ ഹാള്. വർണ്ണകമ്പളങ്ങളിൽ ഇരിക്കാം. ഈശ്വരനെ യഥേഷ്ടം ദർശിക്കാം. പല ദേവതകളും ദേവന്മാരും ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും മനോഹരമായ വിഗ്രഹങ്ങൾ. ശിവന്റെ പ്രതിഷ്ഠയുമുണ്ട്. ശിവവിഗ്രഹത്തിൽ നേരിട്ട് തന്നെ തൊഴാം. ബർബരികന് ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു. എപ്പോഴും തോൽക്കാൻ പോകുന്ന പക്ഷത്തിന് വേണ്ടി മാത്രമേ താൻ യുദ്ധം ചെയ്യൂ എന്നത്. യുദ്ധത്തിൽ ഏത് പക്ഷത്തേക്ക് മാറിയാലും ആ പക്ഷം തോൽക്കാൻ തുടങ്ങും. അപ്പോൾ അദ്ദേഹം മറ്റേ പക്ഷത്തേക്ക് മാറും. ഇങ്ങനെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. ഇതറിയാവുന്ന ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധ സമയത്ത് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ബർബരികന്റെ അടുത്തെത്തി ദാനം ചോദിച്ചു. എന്തു വേണമെങ്കിലും നൽകാമെന്ന ബർബരികൻ വാഗ്ദാനം കൊടുത്തു.
ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ തല തന്നെയാണ് ദാനമായി ചോദിച്ചത്. ഒട്ടും മടിക്കാതെ ബർബരികൻ തന്റെ തല ദാനമായി നൽകി. അദ്ദേഹത്തിന്റെ അപാരമായ ഭക്തിയും ത്യാഗവും കണ്ട് ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചു. കലിയുഗത്തിൽ നീ ശ്യാം എന്ന പേരിൽ ലോകമെമ്പാടും ആരാധിക്കപ്പെടും. നിന്റെ ദർശനം തേടിയെത്തുന്ന ഭക്തരുടെ പ്രാർത്ഥനകൾ ഞാൻ സ്വീകരിക്കുന്നത് പോലെ നീയും സ്വീകരിക്കും. അതിനുശേഷമാണ് ബർബരികൻ ഖാട്ടുശ്യാം എന്ന പേരിൽ പ്രശസ്തനായത്. ഏകാദശി ദിവസം ഇവിടെ പ്രത്യേക പൂജകളും ഭജനകളും നടക്കുന്നു. ആത്മീയതയും സമാധാനവും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാംഗ്ലൂരിലെ ഖാട്ടുശ്യാം ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ശ്രീ ഖാട്ടുശ്യാം ക്ഷേത്രത്തിൽ നിന്നും നേരെ മജിസ്റ്റിക്കിലേക്ക് ഞാൻ വന്ന ബസ്സാണിത്. ഈ സ്ഥലത്തിൻ്റെ ഔദ്യോഗിക പേര് കെമ്പഗൌഡ ബസ് സ്റ്റേഷൻ എന്നാണ്. ഒരിക്കൽ ഇവിടെയുണ്ടായിരുന്ന മജിസ്റ്റിക് സിനിമാ തിയേറ്ററിൻ്റെ പേരിലാണ് പിന്നീട് ഈ പ്രദേശത്തിന് ലഭിച്ചത്. പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് യാത്ര തുടരുകയും ചെയ്യുന്നു. കർണാടകയുടെ ഏത് ഭാഗത്തേക്കും പോകാനായാലും ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിലേക്ക് പോകാനായാലും തുടക്കം മജസ്റ്റിയിൽ നിന്നാണ്. അത്രയ്ക്ക് യാത്രാ സൗകര്യം ഇവിടെയുണ്ട്. നഗരത്തിനകത്തും നഗരത്തിന് പുറത്തും ആയിരക്കണക്കിന് ബസ്സുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നു. അതുകൊണ്ടാണ് തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നായി മജിസ്റ്റിക് അറിയപ്പെടുന്നത്. കൂടാതെ അടുത്ത് തന്നെ നമ്മ മെട്രോ പർപ്പിൾ ലൈനും ഗ്രീൻ ലൈനും തമ്മിൽ സംഗമിക്കുന്ന പ്രധാന ഇന്റർചേഞ്ച് സ്റ്റേഷനിലായ കെമ്പൈഗൌഡ മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റേഷനോട് അടുത്ത് ക്രാന്തിവീര സംഗോളി റായണ്ണ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നു. മജിസ്റ്റിക്കിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇവിടുത്തെ തിരക്കേറിയ കച്ചവടങ്ങളാണ്. രാവിലെ മുതൽ രാത്രി വൈകും വരെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഷോപ്പിങ്ങിനായി എത്തുന്നു. വസ്ത്രങ്ങൾ, ഷൂകൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ, മൊബൈൽ ആക്സറികൾ, വാച്ചുകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന നിരവധി സാധനങ്ങൾ ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് മജിസ്റ്റിക്. മജിസ്റ്റിക്കിന് ചുറ്റുമുള്ള തെരുവുകളിൽ ചെറിയ കടകളും ഫുട്പാത്ത് കച്ചവടക്കാരും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. വിലപേശി സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. മജിസ്റ്റിക് ഒരു യാത്രാ കേന്ദ്രം മാത്രമല്ല, ബാംഗ്ലൂരിലെ വ്യാപാര ജീവിതവും ദൈനംദിന തിരക്കുമെല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സജീവ കേന്ദ്രം കൂടിയാണ്. ഇവിടെ നിരവധി ഹോട്ടലുകളും ലോഡ്ജുകളും ഭക്ഷണശാലകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ലഭ്യമാണ്. ബാംഗ്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികളും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ആദ്യം എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മജിസ്റ്റിക്. ബാംഗ്ലൂരിന്റെ സ്പന്ദനം നേരിട്ട് അനുഭവിക്കണമെങ്കിൽ മജിസ്റ്റിക് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. ദിവസവും ആയിരക്കണക്കിന് സ്വപ്നങ്ങളും യാത്രകളും ഇവിടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മജിസ്റ്റിക് ഒരു ബസ് സ്റ്റേഷൻ മാത്രമല്ല, ബാംഗ്ലൂരിന്റെ ജീവസ്പന്ദനമാണ്. മജിസ്റ്റിക്കിൽ നിന്നും മെട്രോയിൽ നേരെ KR മാർക്കറ്റിലേക്ക് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ടിപ്പുവിന്റെ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നു. ബാംഗ്ലൂരിലെ ചരിത്രപ്രസിദ്ധമായ ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസാണിത്. നഗരത്തിന്റെ തിരക്കിനിടയിലും നൂറ്റാണ്ടുകൾ ചരിത്രം ഇന്നും അതേ പ്രൗഢിയോടെ കാത്തുസൂക്ഷിക്കുന്ന ഒരു മനോഹരമായ കൊട്ടാരമാണിത്. കൊട്ടാരത്തിന്റെ മുന്നിലും സൈഡിലും മനോഹരമായ ഗാർഡനുണ്ട്. ടിക്കറ്റ് വെച്ചാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്. KR മാർക്കറ്റിന്റെ മെട്രോയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം ഇവിടേക്കില്ല. ഓട്ടോയിൽ കയറിയാൽ 250 രൂപയാണ് ചോദിക്കുന്നത്. എപ്പോഴും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രധാനമായും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ദക്ഷിണേന്ത്യൻ കരകൗശലവും മുഗൾ വാസ്തുവിദ്യയുടെ ചില സ്വാധീനങ്ങളും കാണാം. സമ്മർ പാലസിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1781 ഹൈദർ അലിയാണ്. പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ 10 വർഷത്തിന് ശേഷം 1791 ആണ്. ഇതൊരു ഓപ്പൺ ഹാൾ മാതിരിയാണ്. 2 സൈഡിലും കോണികൾ. കയറി നേരെ മുകളിലേക്ക് പുറകു സൈഡിലും പോകത്തക്ക രീതിയിലുള്ള ഇരുനില കെട്ടിടമാണിത്. ഇതിന്റെ സൈഡിലും അടിയിലും റൂമുകളുണ്ട്. അതൊന്നും ഇപ്പോൾ സഞ്ചാരികൾക്കായി തുറക്കുന്നില്ല. പ്രധാനമായും തേക്ക് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരം കൊണ്ടുള്ള കൊട്ടാരം വേനൽക്കാലത്ത് സ്വാഭാവികമായി തണുപ്പ് ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. തറയാണെങ്കിൽ കടപ്പക്കല്ലുകളാണ്. തൂണുകൾക്ക് കാലപ്പഴക്കത്തിൽ കേട് സംഭവിച്ചിട്ടുണ്ട്. ഇരുമ്പാണി വെച്ച് മുറുക്കിയാണ് പല തൂണുകളുടെയും നില. ഞാൻ മുകളിലത്തെ നിലയിലാണ്. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും പാദം പതിഞ്ഞ സ്ഥലത്തുകൂടെയാണ് എൻ്റെ നടത്തം. അവർ പിടിച്ച കൈപിടികൾ. എത്രയെത്ര മഹാരഥന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. മനോഹരമായ മരത്തൂണുകൾ, കൊത്തുപണികൾ, വളവുകളുള്ള കമാനങ്ങൾ, തുറന്ന വരാന്തകൾ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ആ തള്ളി നിൽക്കുന്ന ഭാഗം ബാൽക്കണി ഭാഗമാണ്. അവിടെ നിന്ന് ടിപ്പു സുൽത്താൻ തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കാം. ഇപ്പോൾ ആ ഭാഗത്ത് പോകാൻ കഴിയില്ല. അതൊക്കെ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. മുൻഭാഗത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് 3 ഭാഗങ്ങളുള്ളത്. പുറകു സൈഡിലും ബാൽക്കണിയുണ്ട്.
പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത്തരം യാത്രാ വീഡിയോകൾക്കായി പാർട്സ് ഓഫ് കെഎസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.